നടക്കില്ലയോ? നടക്കത്തില്ല. നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടല്ലോ അവിടെ. ഇത് നടക്കും, പക്ഷെ നിന്റെ ആഗ്രഹം നടക്കത്തില്ല. നീ എവിടെ കണ്ട് പോയ ഒരു പെണ്ണിനെ കണ്ടത് ഞാൻ നിനക്ക് കെട്ടിച്ചാണോ? ഇല്ലടാ. നിങ്ങൾ അപ്പൊ അവളെ കെട്ടിച്ചു തരത്തില്ലല്ലേ? തരത്തില്ലെന്ന് പറഞ്ഞാൽ തരത്തില്ല. കെട്ടിച്ചു തരത്തില്ല. വിവലമ്മയാണെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മ ഞാൻ കെട്ടിച്ചു തരത്തില്ല. അമ്മ അപ്പൊ കെട്ടിച്ചു തരത്തില്ല അവളെ. തൊണ്ടക്കുരുതി കൊല്ലാന് അടിക്കണം. ധൈര്യം ഉണ്ടോ നീ ഒന്ന് അടിച്ചേ? എന്തോ അടിച്ചാ എന്താ? അടി നിന്റെ കഴിഞ്ഞ പറ്റും. പൊട്ടിയടാ. എന്തോ പൊട്ടിച്ചാ എന്താ? അന്നേരം കാണാൻ നീ പൊട്ടീര്. അല്ല ഇത് പൊട്ടിച്ചാ എന്താ? എന്ത് അവകാശം ഇല്ല എനിക്കിനകത്ത്? എടാ ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്ന മുതൽ തൊഴിൽ നിനക്ക് അവകാശമില്ല. ഇത് നിങ്ങളുടെ ആണല്ലോ. ആണോ? തന്നെത്താൻ അടിക്കുന്നതിന് നിങ്ങളുടെ അവകാശം വേണ്ടല്ലോ. പോരുത്. 10-32 വയസ്സ് വരെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തന്റെ തടി തൊട്ടാ നീ വിവരം അറിയ. നീ അയ്യോ എനിക്കൊന്നുമില്ലേ. ഉണ്ട് ചക്കരപ്പൊന്നിന് ഉണ്ടാ ഉണ്ട് നിനക്ക്. അമ്മ അയ്യോ കറി വെച്ചെന്റെ കണ്ണെഴുതിയേ. കറി വെച്ചാൽ നിനക്ക് സുറുമ എഴുതി തരാം. നീ കാണിക്കുന്ന തൊഴിൽ ഞാൻ എന്താ വേണം? ഞാൻ കല്യാണം കഴിപ്പിച്ച് തരത്തില്ല. എടാ ഒരു പെണ്ണിന് വേണ്ടി സ്വന്തം പെറ്റതള്ളെ മറക്കുന്നതേ അതത്ര ശരിയുള്ള കാര്യമല്ല. അയ്യോ പെറ്റതള്ള എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയായാലേ കടമയുണ്ട്, കടമ. അയ്യോ നീ പറയുമ്പോ കടമേന്നല്ല, ഈ അമ്മയ്ക്ക് കടമേ ഉള്ളൂ എന്ന് പറയണം. നിന്നെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കിയതിന്റെ കടം. ഓ കടം. കല്യാണം കഴിപ്പിച്ച് തരണം. പിന്നാമ്പുറം വന്ന് മുന്നിരിക്കും. നീ കൂടുതൽ ഇളകാതെ. അപ്പൊ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് തരത്തില്ലല്ലോ? എനിക്കറിയാം എന്തോ വേണമെന്ന്. എടാ മക്കളായാലും സ്വന്തം മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന കടം വീട്ടണം. അതാ ആമ്പിള്ളാര്. ഞാനേ പറക്കം മുറ്റാത്ത ഒരു കുഞ്ഞാ. എന്റെ ചെറിയ കൊണ്ട് പാരം വെക്കരുതേ അമ്മ പ്ലീസ്. ഓ എന്ന് വെച്ചാൽ നിന്നെ മുട്ടയിട്ട് ഞാൻ വിരിയിച്ചല്ലയോ? ഞാൻ കാക്കത്തമ്പുരാട്ടിയാണോടാ ഞാൻ? ഓ ആ കാക്കയുടെ കൂടെ ഒരു തമ്പുരാട്ടിയോട് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് നൈസായിട്ട്. ഇങ്ങോട്ട് നോക്കേ. എന്താ വരും ഇതിന്? കാണിച്ചല്ല ഞാൻ ദേഷ്യം കാണിച്ച അമ്മ എനിക്ക് അവളെ കെട്ടിച്ചേരാം. നിന്റെ ഭാഷ തുളസിയേ. സ്വന്തം മോൻ ഒരു ബലം തരത്തില്ല നിങ്ങളില്ലയോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കോ, എനിക്ക് അവളെ കെട്ടിച്ചു തന്നില്ലേ ഞാൻ ജീവനുള്ള സ്നേഹിച്ചോളാലേ. ഞാൻ എന്തോ ചെയ്യുവേ. കാന്താര പാത കയറുന്നുണ്ട് കേട്ടോ നമുക്ക്. മിണ്ടി പോവരുത്. അപ്പുറത്തും ഇപ്പുറത്തുള്ളവർ നോക്കിയിരിക്കും ഇവിടെ എന്തോ ബഹളാന്നറിയാന്. അപ്പുറത്തുള്ളവർ നോക്കണം. നിങ്ങൾ നാണം കയറണം. എന്തുവാ നളിനി വിളിക്കുന്നു. അവിടെ ആ ജനലിന്റെ അവിടെ നിക്കുവാ. ഇവിടെ നിക്കുന്നത് മൊത്തം അവർക്ക് അറിയാം. മിണ്ടി പോയോട്ടല്ലോ ഞാൻ പറഞ്ഞേക്കാം മനുഷ്യനെ നാണം കെടുത്താന്. എന്തോ അടി വരും. അയ്യോ ഞങ്ങളാണെങ്കിൽ വഞ്ചിപ്പാട്ട് പാടുമായിരുന്നു ഞാനും മോനും കൂടെ. അടുക്കളയുടെ പുറകെ ഇരിപ്പുണ്ട് കയറ്. അടുക്കളയുടെ പുറകില് അമ്മ മരപ്പെട്ട ആള് വന്നിരി കൊച്ചേ പറയുമായിരുന്നു കയറ് പുറകെ ഇരിപ്പുണ്ടെന്ന്. പിന്നെന്തുവാ മീൻ മേടിച്ചു പിച്ചാത്തി അടുക്കളയിലുണ്ട്. അയ്യോ അയ്യില്ല കൊച്ചൻ ഇവിടെ ഉണ്ടാവും. പറയുക അമ്മ ഇന്ന് സഹായിക്കാം മീൻ വെട്ടിത്തരാന്ന് പറയുക. ഞാൻ വരും കുടുംബശ്രീക്ക് ഞാൻ വരും. ഞാൻ നീ വെച്ചോ ഞാൻ വിളിക്കാം. അവൻ പന്ത് കെട്ടാൻ പോകും നടക്കുന്നവനെ അവന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കണമെന്ന് ഞാനേ കാണിച്ചുതരാം. നീ കുറെ കാണിക്കട്ടെ. എനിക്ക് പയ്യ ഞാൻ എന്തോ ചെയ്യുമെന്ന് പറയും ചെറുക്കനെ കൊണ്ട്. ഞാൻ അങ്ങനെ വിഷമിക്കുന്നു. എന്റെ കയ്യിൽ ഒതുങ്ങത്തില്ല. എന്റെ വലിയേട്ടനോട് വിളിച്ച് പറയാം. അതെങ്ങനെ വലിയേട്ടനോട് പറഞ്ഞ വലിയേട്ടന് വിഷമമാ. അങ്ങനെ ഹൃദയം പൊട്ടി അയാൾ ചാവും. ഞങ്ങൾ 5 പെങ്ങന്മാർക്ക് ഒരാങ്ങളെയാ ചേച്ചി. സ്വന്തം ജീവിതം മറന്നു നടക്കുന്ന ഒരു മനുഷ്യൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഹലോ വിമലമ്മേ, എന്തൊക്കെയുണ്ടടി? അതിവിടെ ഉണ്ടോ? ഈ കുഞ്ഞിപ്പങ്ങൾക്ക് ഒരു സങ്കടമുണ്ട്. എന്താ സങ്കടം എന്ന് പറയാ? പറയാടി വെച്ചേ. വലിയേട്ടൻ ഇവിടെ വരാമോ? ഇവിടെ വരുമ്പോ വിശദമായിട്ട് പറയാം. രാവിലെ വഴക്കായിരുന്നില്ലയോ? അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. വലിയേട്ടൻ പെട്ടെന്നൊന്ന് വരാമോ? വഴക്കാത്തല്ലേ ഞാൻ വരത്തുള്ളൂ. എനിക്കത് ഭയങ്കര രസമാ. വഴക്കാ പെട്ടെന്നൊന്ന് വായോ. വന്നേക്കാടി. എന്നൊക്കെ പറയുമെങ്കിലും ശുദ്ധൻ ഈ ചെറുക്കൻ ഇത് എന്തോ ചെയ്ത് ചെറുക്കന്. നിങ്ങൾ കേൾക്കുന്നില്ലേ?
ആ, എന്താണ് ഞാൻ എല്ലാം നശിപ്പിക്കുന്നത്. പറ- ആ, ആ, ഉവ്വ്. നീ എല്ലാം നശിപ്പിക്കുന്നത്. നീ നശിപ്പിക്കോ നശിപ്പിക്കും ഞാൻ. നശിപ്പിക്കോടാ നീ എന്റെ കുടം, എന്റെ പഴനി കൊണ്ടുവന്ന കുടം, എന്റെ പഴനി. അവിടെ കിടക്കട്ടെ. അമ്മ അടങ്ങിയിരിക്കാനാ പറഞ്ഞത്. അടങ്ങിയിരിക്കാനോ? എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന്. എടാ വലിയേട്ടനെ വിളിച്ചിട്ടുണ്ട്. എന്തോ? വലിയേട്ടൻ ഇങ്ങോട്ട് വരട്ടെ. പിന്നെ കല്യാണം കഴിക്കാതിരിക്കുന്ന അയാൾ ഇങ്ങോട്ട് വന്ന് എന്റെ കല്യാണ കാര്യത്തിന് എന്തോ സമാധാനം ഉണ്ടാക്കാനാ? നീ കളിയാക്കരുത്, വലിയേട്ടൻ ഇങ്ങോട്ട് വരട്ടെ. ആ, വലിയേട്ടൻ വരട്ടെ. ആ, കാണിച്ചായിരുന്നു നിന്നെ. ഓടുന്നു, എനിക്ക് നിങ്ങളെ കാണണ്ടേ? ആ, പിന്നെ നീ പറയുന്നുണ്ടല്ല. ആരും വന്നല്ല, എനിക്കെന്തോ തുളസിക്കൊരു വാക്കുണ്ട്, ആ വാക്കി തുളസി ഉറച്ചിരിക്കും. തുളസിയുടെ വിധം അറിയാണ്ടല്ലോ, ആരും പിടിച്ചാ കിട്ടത്തില്ല തുളസി. എന്താ വൃത്തികെട്ട വീടാണായത്? വൃത്തിയില്ല, വീറുമില്ല, ശ്രദ്ധയില്ല. ഈ കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെയാണോ ജീവിക്കുന്നത്? തുളസി, ഉം. താമസം മാറി പോകുന്നോടാ. അതെന്തോ അങ്ങനെ ചോദിച്ചേ? സാധനം എല്ലാം വെളിയിൽ കിടക്കുന്നു. രാവിലെ ഇത്ര വിഷയമായിരുന്നമ്മ. എന്താ വിഷയം? വിഷയം എന്തോ? അമ്മ എന്നാ വിഷയം? അമ്മ എന്താ വിഷയം ഉണ്ടാക്കി? അമ്മ വിഷയം എന്ന് പറഞ്ഞാൽ അമ്മ കല്യാണം കഴിപ്പിക്കുന്ന സംഭവമാണ്. കല്യാണം കഴിപ്പിക്കുന്നില്ലെന്നോ? ആ, അല്ല, നീ കാര്യം മനസ്സിലാക്കണം. എന്തുവാ? 5 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ മറന്നുപോയ ഒരാളാണ് ഞാൻ. അമ്മ എന്താ മറന്ന കളറെ വല്ലതും കുറിച്ചിടാൻ വയ്യായിരുന്നു? കരങ്ങളെ കുറിച്ചിടാൻ വേണ്ടി പാലുകാരന്റെ പത്രക്കാരന്റെ കടമല്ല, കല്യാണം കഴിക്കാൻ മറന്നുപോയ ഞാൻ. നീ വിളിക്കുമ്പോ പെട്ടെന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല. അതെന്തുവാ? എനിക്ക് നാട്ടിൽ ഒരുപാട് സുമലതയുള്ള ഉമ്മ അല്ല കൊച്ചു കള്ള, നീ പ്രായത്തിൽ കല്യാണം കഴിക്കാതിരിക്കുന്നത്. നാട്ടിൽ ഒരുപാട് സുമലതയുണ്ടെന്ന് പറഞ്ഞു. സുമലത എന്നല്ല പറഞ്ഞു. പിന്നെ നമ്മുടെ ഈ കരയോഗത്തിന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കത്തില്ലയോ? ചുമതല. ഓ, ചുമ്മാ അതല്ല, ഇത് പറയുമ്പോ ഞാനങ്ങ് മറന്നുപോയത്. അല്ലമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അമ്മ നീ 65 വയസ്സ് വരെ എങ്ങനെ കല്യാണം കഴിക്കാതെ നിന്ന്? ഞാൻ പിടിച്ചങ്ങ് നിന്നടാ. ഈ മീശയൊക്കെ വല്ലാതെ വളർന്നു നിൽക്കുന്നത്, അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്ക്. എന്റെ വീശ നിന്റെ പെരയുടെ പുറത്തോട്ടാണ് വളർന്നു നിൽക്കുന്നത്, വെട്ടി ഒതുക്കാൻ വേണ്ടി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അമ്മാവിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമോ അമ്മവാ. എന്താണ് വിഷമം? കാരണം എന്ന് പറഞ്ഞാല് അമ്മാവിന് ഈ സ്വന്തം പെങ്ങന്മാർക്ക് വേണ്ടി ജീവിതം കളഞ്ഞ ആളല്ലേ. അതെന്തായിരുന്നു അമ്മ സ്വന്തം കാര്യം നോക്കാൻ പറ്റാതെ? അതെന്റെ അച്ഛൻ തന്നെയാണ് അതിന് കാരണം. ആണോ? പിന്നെ എന്തുവാ? എനിക്ക് 5 പെങ്ങന്മാരാന്ന് പറഞ്ഞില്ലയോ? ആ, ആ. എന്റെ 13ാമത്തെ വയസ്സിൽ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കുഞ്ഞുണ്ടായി. ആഹാ. നിന്റെ അമ്മ കനകമ്മ. ആ, കനകമ്മ, എന്തമ്മ? അത് കഴിഞ്ഞ് എനിക്ക് 14ാമത്തെ വയസ്സിൽ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കുഞ്ഞുണ്ടായി. നിന്റെ അമ്മയുടെ അനിയത്തി നിന്റെ കുഞ്ഞമ്മ സരസമ്മ. ആ, സരസമ്മ. അത് കഴിഞ്ഞ് എനിക്ക് 16ാമത്തെ വയസ്സിൽ എന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. നിന്റെ 3ാമത്തെ കുഞ്ഞമ്മ സരസമ്മ. ആ. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. അത് നിന്റെ ലാസ്റ്റ് കുഞ്ഞമ്മ പൊന്നമ്മ. അപ്പൊ 19ാമത്തെ വയസ്സ് എന്തുണ്ടായി? 19ാമത്തെ വയസ്സിൽ എന്റെ അച്ഛനും അമ്മയുടെ വഴക്കുണ്ടായി. അമ്മയുടെ വീട്ടിൽ പോയി. അതോടുകൂടി അച്ഛന്റെ പ്രൊഡക്ഷൻ കമ്പനി അങ്ങ് നിർത്തി. അതിന്റെയോ? ഞാൻ അമ്മയോട് ചോദിക്കട്ടെ, രണ്ടിലൊന്നും എനിക്ക് അറിയണം. 2-1 പറഞ്ഞാൽ അരയാണ്, 4-3 പറഞ്ഞാൽ മുക്കാലാണ്. ഇതൊക്കെ അറിയത്തില്ല. കണക്ക് പഠിപ്പിക്കാനാണോ വണ്ടിക്കാശും ചെലവാക്കി ഇങ്ങോട്ട് വന്നത്? ഇവിടെ കാര്യം വ്യക്തമായിട്ട് പറയണത്. അമ്മാവ, എനിക്കൊരു പ്രശ്നമുണ്ട്, പരിഹാരം കാണണം എനിക്ക്. നാളെ രാവിലെ എറണാകുളത്ത് ചെന്നിട്ട് നമുക്ക് നേരെ കണ്ണൂർ പോവാം. എന്തിന്? പരിഹാരം കാണാൻ. പരിഹാരം എന്നാണ് പറഞ്ഞത് ഇല്ലേ? അമ്മാവ, ഞാനൊരു വലിയ വിഷയത്തിൽ എനിക്ക് പരിഹാരം ഉണ്ടാക്കി തരണമെന്നാ പറഞ്ഞത്. കൊച്ചെ, എന്താന്ന് വെച്ചാൽ തുറന്ന് പറയടാ. നീ എന്റെ ഒരു അനുദ്രവനല്ലേ? പറയടാ തുളസി. എന്താന്ന് വെച്ചാൽ എനിക്കൊരു പെണ്ണുമായിട്ട് ഇഷ്ടമാണ് ഞാൻ. അമ്മ സമ്മതിക്കുന്നില്ല, കല്യാണം കഴിപ്പിക്കണം. പരിഹാരം കാണാം. സമ്മാനപ്പെട്ടിരിക്കുക. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. വിമലമ്മേ, വിമലമ്മേ, പാടി പെട്ടെന്ന് ഇങ്ങോട്ടെന്ന്. അതെന്താടി എന്റെ അടുത്ത് വന്നപ്പോ കണ്ണീര് വരാൻ ഞാൻ അരിഞ്ഞു വെച്ച ഉള്ളിയോ? അല്ല വലിയേട്ടാ, എനിക്കൊന്നും വ്യക്തമാവുന്നില്ല. എങ്ങനെ വ്യക്തമാവും? കണ്ണീർ മൊത്തം കണ്ണീര് നിറഞ്ഞിരിക്കുമല്ലോ. വജ്ര ക്ലാസ്സിലത്തോടെ നോക്കുന്ന പോലെ ആയിരിക്കും എന്നെ നോക്കുന്നത്. ഈ ചെറുക്കുണ്ട് തുളസി, ഇവൻ കാണിച്ചു കൂട്ടുന്നൊന്നും എനിക്ക് പിടിക്കുന്നില്ല. എനിക്ക് ഞാൻ കാണിച്ച കുഴപ്പം ഇത് പറയുന്നു. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ അമ്മ? തുളസിമാനെ, ഒരുമാനപ്പെട്ട മാതാപിതാക്കൾക്കൊന്നും ഇത് ഇഷ്ടമല്ല. എന്തുവാ? ദേഹത്ത് മൊത്തം ടാറ്റു അടിച്ച് നടക്കുന്നത്. ടാറ്റു അടിച്ചല്ല, എന്റെ അമ്മച്ചി തുടുപ്പിനടിച്ചതല്ല. എങ്ങനെ അടിക്കാതിരിക്കും വലിയേട്ടൻ പറഞ്ഞാൽ? എങ്ങനെ അടിക്കാതിരിക്കും? എങ്ങനെ അടിക്കാതിരിക്കും? തുടുപ്പൊട്ടാക്കി വെച്ചേക്കല്ലേ, ശരിക്കും കൊടുക്കണം ഇവന്. എന്താണ് വിഷയ കാര്യങ്ങൾ തന്നെ പറയാന്ന് പറഞ്ഞാ? അയ്യോ, എന്റെ വലിയേട്ടനോട് പറയാൻ, ഇവന് എവിടെങ്ങാണ്ട് തെണ്ടിപ്പറക്കാൻ പോയപ്പോ അവിടെ കണ്ടൊരു പെണ്ണിനെ കണ്ടു. ഉടനെ എനിക്കറിയാൻ പറയാം. എന്തോടാ? എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ചിരിക്കുന്നിടത്ത് നോക്കി പറ, ഇരിക്കുന്നിടത്ത് നോക്കി പറയാതെ. അമ്മാവാ, എനിക്കൊരു പെണ്ണിന്, എനിക്ക് അവളെ കല്യാണം കഴിക്കണം. കഴിക്കണം. കല്യാണം കഴിപ്പിച്ച് തരാം. നീ സമാനപ്പെട്. കാര്യങ്ങൾ ഇതെന്താണെന്നറിയാമോ? നിന്റെ വളർത്തുദോഷമാണ് ഇതിനെല്ലാം കാരണം. വളർത്തുദോഷം. എന്താ വളർത്തുദോഷം? വലിയേട്ടനെന്താ അങ്ങനെ പറയുന്നത്? ഞാൻ എന്തോ കുറച്ചിലുണ്ട് ഇവനെ വളർത്തിയതിന്. എന്താ കുറച്ചിലുണ്ടെന്നോ? എടി കടമനിട്ടല്ല കനകമ്മ, നിന്റെ കുഞ്ഞമ്മ, അവിടെ മോനുണ്ട് രമണൻ. അവനെ അടുത്ത മാസം യൂക്കി പോവാ. മൂക്കിപ്പോന്ന മണമില്ലേ? രമണനല്ലോ. മൂക്കിപ്പാലല്ല പറഞ്ഞേ, രമണൻ യൂക്കെ പോവാ.
എന്തോ ചേർക്കണമെന്നറിയാമോ? ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അവന്റെ കാലെ പിടിച്ച് വണങ്ങും, എന്നിട്ട് എന്നെ പെരക്കകത്തോട്ട് കയറ്റുന്നു. അങ്ങനൊന്നും പറയണ്ട. എന്റെ ചെറുക്കൻ ഒരു അബദ്ധം പറ്റിപ്പോയി, ഒരു പെണ്ണിനെ ഇഷ്ടമാണ്. അങ്ങനെ ഇങ്ങനെ അങ്ങ് പറയാം, വളർത്തുദോഷമൊന്നും അങ്ങ് പറയാതങ്ങ്. നമ്മുടെ അപ്പച്ചിയുടെ മോള് സൂഷമ്മ സൂഷമ്മ. എന്തോ ബഹുമാനം എന്നറിയാം നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ. പിന്നെ അവളാന്ന് എന്റെ കാലെ പിടിച്ച് ഇനി വണങ്ങും. അമ്മാവ കയറി വന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിറങ്ങി പോകാൻ നേരത്ത് അമ്മാവ അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് എന്നെ അടിമുടി ഇങ്ങനെ വണങ്ങിയിട്ട് വിടത്തുള്ളൂ എന്നെ. അയ്യോ, അത് വണങ്ങുന്നതല്ലേ. നിങ്ങൾ ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോട്ടിച്ച് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നൊന്ന് തപ്പി നോക്കുന്നതാണ്. അയ്യോ വലിയേട്ട, ഒന്നും മോട്ടിച്ച കാര്യമൊന്നും പറയല്ലേ. ഞങ്ങൾ 5 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടു. എന്താ തന്നു നിങ്ങൾ ഇച്ചിപ്പോലും ഞങ്ങൾ ഒന്നും പറയാതിരിക്കാൻ വേണ്ടി മാത്രം എന്താണ് വലിയ അടിക്കുന്നത് അഹങ്കാരി? അങ്ങനെ തന്നു. കൂടുതൽ സംസാരിക്കുന്നുണ്ടോ? നിങ്ങൾ മൊത്തം അങ്ങ് കെട്ടിപ്പൂട്ടി വെച്ചേക്കുവാ. എനിക്ക് കെട്ടിപ്പൂട്ടി വെക്കേണ്ട കാര്യമില്ല. ആരായി പറയുന്നത്? എനിക്ക് കെട്ടിപ്പൂട്ടി വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്, എനിക്കറിയാം. മോനെ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് മക്കളില്ല, എനിക്ക് കെട്ടിപ്പൂട്ടി വെക്കേണ്ട കാര്യമില്ല. കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്നെ കൊണ്ട് സംസാരിപ്പിക്കും. എനിക്ക് കെട്ടിപ്പൂട്ടി വെക്കേണ്ട എന്തൊക്കെ കാര്യം തോന്നി? എനിക്ക് എന്തോ കെട്ടിപ്പൂട്ടി വെക്കേണ്ട കാര്യം തോന്നി? എനിക്ക് കെട്ടിപ്പൂട്ടി വെക്കേണ്ട കാര്യമില്ല. കല്യാണം കഴിച്ചിട്ടില്ല. ഞങ്ങൾ പരാതി പറയാതിരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് കെട്ടിപ്പൂട്ടി വെക്കേണ്ട കാര്യം. അല്ല അമ്മാവനെ അണ്ടർവെയർ ഉണക്കാനിട്ടിട്ട് അഴ സഹിതമാണ് ഇട്ടോണ്ട് പോകുന്നത്. അല്ല വള്ളിയാന്ന് കിടക്കുന്നു. എങ്ങനെ വന്നു ഇങ്ങോട്ട്? ഞാൻ ഓട്ടോറിക്ഷയ്ക്കാ വന്നത്. കാര്യമായി പ്രൈവറ്റ് ബസ്സിന് വരാഞ്ഞ് ഒരു ബെല്ലാന്നും പറഞ്ഞ് പിടിച്ച് വെട്ടിച്ചത്. അമ്മാവന്റെ അണ്ടർവെയറിലെ വല്ല കളിക്കല്ലേ? ഞാൻ പ്രേമിച്ച പെണ്ണിന് അച്ഛനില്ല എന്നൊരു കുറ്റമാണ് അമ്മ കാണുന്നത്. ആണോ? ഞാൻ പറയും. അത് അച്ഛനില്ലാത്തല്ല, അവളെ കളഞ്ഞിട്ട് പോയതാ. ചെറുപ്പത്തിൽ അച്ഛൻ കളഞ്ഞിട്ട് പോയത്. അച്ഛൻ കളഞ്ഞിട്ട് പോയതാ. ആ കൊച്ചിനെ സ്വീകരിക്കില്ല. അങ്ങനെ നോക്കുമ്പോഴേ ഞാനോ എന്റെ അച്ഛനും കളഞ്ഞിട്ട് പോയല്ലേ? കളഞ്ഞിട്ട് പോയല്ലേ? നീ എന്നെ തോപ്പിക്കാൻ നോക്കുവാന്നോടത്തോളം വല്യേട്ടനോട് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവന്റെ അച്ഛൻ കളഞ്ഞിട്ട് പോയ കാര്യം പണ്ടങ്ങാണ്ട് ഇവിടെ ഒരു കൈനോട്ടക്കാരി ഒരു പെണ്ണുമ്പിള്ള വന്നു. അവരുടെ കയ്യിൽ ഇവന്റെ അച്ഛൻ നോക്കി ഫലം പറയാന്ന് പറഞ്ഞ് കൈ കൊടുത്തു. അവര് പറഞ്ഞു രണ്ടാമതൊരു കല്യാണമൊക്കെ ഉണ്ടെന്ന്. ആ പെണ്ണുപിള്ളയുടെ കൈ പിടിച്ചോണ്ട് തന്നെ അയാൾ തമിഴ്നാട് കടന്നു. എവിടെ പോയാലെന്തോടാ? അവൻ ശിവകാശിയിൽ ഒരു പടക്ക കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദീപാവലിക്ക് ഞാൻ വീടിപ്പടക്കം മാറ്റി പൊട്ടിക്കാൻ, അതൊരു വീടിപ്പടക്കം പൊട്ടിയില്ല. നേരം പെടുത്ത മഞ്ഞത്ത് കിടന്ന വീടിപ്പടക്കം എടുത്ത് ഞാൻ അഴിച്ചു നോക്കി. അതിന്റെ ടെക്നിക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അതിനകത്തിൽ ഒരു കത്ത് അറിയാ, ഞാൻ ശിവകാശി വീടിപ്പടക്ക കമ്പനി നിൽപ്പുണ്ട്, തിരിച്ചു വരട്ടെ കരാമ്പോണെന്ന് പറഞ്ഞ് സംസാരിക്കാൻ. അവനെ വിളിക്കട്ടെ. ആരോടാ പറയുന്നത്? അങ്ങേര് ഇട്ടേച്ച് പോയതിന്റെ അന്നപ്പോ ഇവൻ ഇള്ള കുഞ്ഞ, ഇവനെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി. ഇപ്പൊ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ സ്വീകരിക്കണമില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ സ്വഭാവത്തിന് ഞാൻ ആളെ പച്ചക്കാ കത്തിക്കും. എന്റെ പൊന്നമ്മാവ, ഈ ഡൈനാമിറ്റിനെ കാട്ടി നല്ലതാ ശിവകാശിയിലെ ആ വീടിപ്പടക്കം. അമ്മോ ഇവിടെ നോക്കാവോ? വേറൊരു ഫ്രെയിം കിട്ടും. നീ പിന്നെ ഞാൻ എങ്ങനെയായാലും ഞാൻ അവളെ വിളിച്ചോണ്ട് ഞാൻ വരുന്ന. ഇതാണ് ഈ പറഞ്ഞത്, മക്കളെ കണ്ടും ഷാമ്പൂ കണ്ടും മോഹിക്കരുതെന്ന്. ഷാമ്പൂ അല്ല, മാമ്പൂ കണ്ടും മോഹിക്കരുതെന്ന്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കുരുക്കിനകത്ത് എത്തിപ്പെടാൻ ഭയങ്കര പാടാ, ഊരി എടുക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ ഊരിക്കോളാം, വരാൻ ഭയങ്കര പാടാ. ഇവനെ ഞാൻ വിട്ടിട്ട് വേണമല്ലോ. എടാ, പല ഓളുമാരും അവിടെ ഇരുന്ന് കണ്ണും കലാശവും കാണിക്കും. നിങ്ങൾ ആണുങ്ങളെ വളയ്ക്കാൻ അങ്ങനെ പോവരുത് മോനെ, അത് നിനക്ക് ദോഷം. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് കേറാം, പക്ഷെ അതിനകത്ത് ഊരി എടുക്കാൻ ഭയങ്കര പാടാണ്. അമ്മ കേറാൻ അറിയാമെങ്കിൽ അത് എനിക്കറിയാം വിഷയം എങ്ങനെ ഊരണം. നീ എന്നെ അടിക്കോട്ടെ. അമ്മോ വലിയേട്ടന്മാർ തടയുപോടാ. നേരത്തെ കൈപൊക്കി, ഇപ്പൊ നീ പാത്രം പാത്രം അവൻ ഉണ്ടാക്കുമെന്ന്. ഒരു കുരുക്കിനകത്ത് എത്തിപ്പെടാൻ ഭയങ്കര പാടാ. നിങ്ങൾ ആ കയ്യിലൊക്കെ പറയരുത്. കുറെ നേരം കുരുക്കിനകത്ത് എത്തിപ്പെടാനുള്ള ഊരി വരാൻ ഭയങ്കര പാടാണ്. ഊരി എടുക്കാൻ ഭയങ്കര പാടാണ്. കുരുക്കിനകത്ത് ഊരി എടുക്കാൻ ഭയങ്കര പാടാണ്. ഊരി എടുക്കാൻ ഭയങ്കര പാടാ. ഊരി തരാം. ഞാൻ ഇനി എങ്ങനെ ചെരുപ്പിടും? ദൈവമേ, പറ്റിക്കിടക്കുന്ന ചെരുപ്പില്ല. ഊരി തരാം. ഇത് ഊരുന്ന കാര്യമോ പറഞ്ഞത്? ഊരി തരാം, ഊരി തരാം. എന്നെ കണ്ടു വയ്യ, തന്നെ ആങ്ങളെ മകളോട് ഊരിയാ മതി. ഊരി തരാം. നീ നിസാരവൽക്കരിക്കണ്ടടാ. നീ നിസാരവൽക്കരിക്കണം. ഞാൻ ഊരിക്ക് തരും. വലിയേട്ടൻ പറ. വേണ്ട, നല്ല ഒന്നാന്തരം ആ നള്ളി പഴനിന്ന് കൊണ്ടുതന്ന് കുടം. എന്തോ ചെയ്തെന്ന് പറ. ഇത് കൈയിടാൻ നോക്കിട്ട് പറ്റിയിട്ടില്ല. എങ്ങനെ ഈ കാല് വലിയേട്ടൻ പറ, ഞാൻ കെട്ടിച്ചു കൊടുക്കണോ? എന്നെ കണ്ട് വയ്യ, വേറെ തന്നെ ഊരി കൊടുത്താൽ മതി. ഞാൻ ഊരി തരാം. ആ പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാൻ അമ്മയോട് പറഞ്ഞ് സെറ്റപ്പ് ആക്കാവോ? ഞാൻ സെറ്റപ്പ് ആക്കി തരാം. ഊരി തരാം. എന്തോ പറഞ്ഞത്? ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാം. ഊരി എടുക്കണം. അതുകൊണ്ടാണ് വലിയേട്ടന്റെ
കാല് വെട്ടിയാലും ഞാൻ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. ഞാൻ വെട്ടുകത്തിയെടുത്തോണ്ട് ഞാൻ പറഞ്ഞ ചുമ്മാ ഞാൻ ഏറ്റില്ലേ അമ്മ അമ്മ വന്നിട്ട് ഈ പെണ്ണിനെ നോക്ക് എന്തൊരു ഐശ്വര്യമാണ് ഇവിടെ മൊത്തം. ഇവിടെ ഈ കുടുംബത്ത് വന്നാൽ ഈ കുടുംബത്തിന് നല്ല ഐശ്വര്യം ഉണ്ടാന്നുള്ള കാര്യം എനിക്ക് ഞാൻ കുടത്തിൽ നിൽക്കുന്ന കാര്യം പണിയോണ്ട് പറയാം. നാളെ കേടാതെ എവിടെ വെച്ച് കണ്ടത്? ഇത് ഞാൻ ജോലിക്ക് ഫാബ്രിക്കേഷന്റെ വർക്കല്ലേ എനിക്ക്. ഞാൻ ജോലിക്ക് പോകുമ്പോൾ കാണുന്നവരാണ്. ഇവിടെ അമ്മയെ കണ്ടായിരുന്നു? ഇവിടെ അമ്മയെ കണ്ടായിരുന്നു. എങ്ങനെ ഇരിക്കട്ടെ ഇപ്പൊ? അവർ കുഴപ്പമൊന്നുമില്ല. അച്ഛനിട്ടിട്ട് പോയെങ്കിലേ അവരുടെ അമ്മയ്ക്കൊക്കെ സുഖമാണ്. അമ്മ ജോലി എടുത്ത് പെണ്ണിനെ അവർക്കും ചെറിയ ജോലിയുണ്ട്. അച്ഛനിട്ടിട്ട് പോയത്? അച്ഛൻ കളഞ്ഞിട്ട് പോയതാ. ഇല്ല, കളഞ്ഞിട്ട് പോയിട്ടില്ല. ഇല്ലേ? കളഞ്ഞിട്ട് പോയിട്ടില്ലെന്ന്. അതമ്മാൻ എങ്ങനെ അറിയാ? എന്റെ മോള. എന്റെ മോള. അമ്മാനപ്പ ഇത്ര നാളും കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞിട്ട് കള്ളൻ. ആ അമ്മ ഇത് അറിഞ്ഞാലുണ്ടല്ലോ കാലായിരിക്കത്തില്ല, തഴയായിരിക്കും വെട്ടുന്നത്. നീ നൂരി തടയാ നമ്മോട് പറയല്ലേ സംഭവം? അമ്മ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പറയല്ല, നമ്മോട് പറയല്ലേ. എങ്ങാണ്ട് കേട്ടിട്ടുണ്ടല്ലോ. വെട്ടരുത്. എന്റെ അമ്മായത്തിന്റെ കാല് വെട്ടല്ലേ. അമ്മാവനും ഇനി അമ്മായച്ചനാകാൻ പോവാ. വല്യേട്ടൻ പോവരുത്. എന്താ മനസ്സിലായില്ല? ഇത് ആരുടെ മോളാന്നറിയാവോ? ഈ നിൽക്കുന്ന അമ്മയുടെ ആങ്ങളയുടെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടന്ന ആളുടെ കുടം തല കയറിയാ മതിയായിരുന്നു. വല്യേട്ടന്റെ മൊത്തം നോക്കിക്കേ. എന്തോ ഞാനീ കേട്ടത്? നീ കേട്ട എന്താന്ന് പറയാൻ? നിന്റെ കാരണം അവിടെ വന്നല്ലോ. ഞാൻ എടുക്കണോ ഞാനത്? എന്ത് സത്യം പറ. 5 പെങ്ങന്മാരെ കല്യാണം കഴിച്ചയച്ചിട്ട് സ്വന്തം ജീവിതം നോക്കിയില്ല. കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് മറന്നുപോയോ? ഒരു മോളുള്ള കാര്യം അങ്ങ് മറന്നുപോയോ? 5 പെമ്മക്കളെ സൃഷ്ടിച്ചിട്ട് എന്റെ അച്ഛൻ 20-ാമത്തെ വയസ്സിൽ എന്നോട് പറഞ്ഞതാ, നിന്റെ ഇളയത്തങ്ങൾ 5 പെങ്ങന്മാരാ, അവരെ നീ നോക്കി വളർത്തണം, അവരെ കെട്ടിച്ചു വിടണമെന്ന്. ആ 20-ാമത്തെ വയസ്സിൽ ഞാനൊരു തീരുമാനം എടുത്തീ, ആദ്യം എന്റെ കല്യാണം നടക്കണമെന്ന്. അതുകൊണ്ടെല്ലാം കെട്ടിയത്. അപ്പൊ ഈ പെണ്ണും ഈ പെടക്കോഴിയുള്ള കാര്യം അമ്മാവൻ മറന്നുപോയില്ലേ? ജീവിതം മറന്നുപോയ ഒരാള് ഇതൊക്കെ എങ്ങനെ വേർതിരിക്കാനാടാ കൊച്ചേ? കൊട ഊരി കൊടുക്കുക, അല്ലെ വെളിയിൽ കിടക്കുന്ന ചെരുപ്പ് വട്ടി എടുത്തോണ്ട് പോകും.